അധ്യായം 2. കറുത്ത പൂമ്പാറ്റ. കൊച്ചി നഗരത്തിലെ ആ മഴരാത്രിക്ക് ശേഷം മീരയുടെ ലോകം പഴയതുപോലെ ആയിരുന്നില്ല. ആര്യൻ എന്ന പേരും അവന്റെ തീക്ഷ്ണമായ കണ്ണുകളും അവളുടെ ഉറക്കത്തെപ്പോലും വേട്ടയാടിക്കൊണ്ടിരുന്നു. ഹോസ്റ്റലിലെ തിരക്കുകൾക്കിടയിലും കോളേജിലെ പഠനത്തിനിടയിലും അവൾ അറിയാതെ തന്റെ ബാഗിന്റെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ സ്വർണ്ണ നിറത്തിലുള്ള വിസിറ്റിംഗ് കാർഡിൽ തൊട്ടുനോക്കുമായിരുന്നു. ആ കാർഡിലെ ആ സിംഹത്തിന്റെ ചിഹ്നം അത് വെറുമൊരു ബിസിനസ് ലോഗോ അല്ലെന്നും അതിനു പിന്നിൽ വലിയൊരു അധികാരത്തിന്റെ കഥയുണ്ടെന്നും അവൾക്ക് തോന്നിത്തുടങ്ങിയിരുന്നു. അപ്രതീക്ഷിത അതിഥി. ഒരു വ്യാഴാഴ്ച വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് മീര തന്റെ സുഹൃത്ത് അഞ്ജലിയോടൊപ്പം നടന്നു വരികയായിരുന്നു. മഴക്കാറുകൾ ആകാശത്ത് വീണ്ടും ഉരുണ്ടുകൂടുന്നു. പെട്ടെന്ന് ഹോസ്റ്റൽ ഗേറ്റിന് മുന്നിൽ ആ കറുത്ത റേഞ്ച് റോവർ കാർ വന്നു നിന്നു. കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ ഗാംഭീര്യത്തോടെ തിളങ്ങുന്ന ആ കാർ കണ്ടപ്പോൾ തന്നെ മീരയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. കാറിന്റെ പിൻസീറ്റിലെ ഗ്ലാസ് സാവധാനം താഴ്ന്നു. അവിടെ ആര്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അവനൊരു കറുത്ത ഷർട്ടും തവിട്ടു നിറത്തിലുള്ള കൂളിംഗ് ഗ്ലാസും ധരിച്ചിരുന്നു. അവന്റെ മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ല. മീര. അവൻ അവളുടെ പേര് വിളിച്ചു. ആ ശബ്ദത്തിൽ ഒരു കൽപ്പനയുണ്ടായിരുന്നു. ഒപ്പം അവൾക്ക് മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാന്തികതയും. അഞ്ജലി അത്ഭുതത്തോടെ മീരയെ നോക്കി. മീര, ഇതാരാണ്? മീര മറുപടി പറയുന്നതിനു മുൻപേ ആര്യന്റെ വലങ്കൈയായ പ്രകാശ് പുറത്തിറങ്ങി ഡോർ തുറന്നുകൊടുത്തു. മീര കൊച്ചമ്മേ, സാർ നിങ്ങളെ കാണാൻ വന്നതാണ്. ഒന്ന് കയറണം. മീര മടിച്ചു നിന്നു. പക്ഷേ ആര്യന്റെ കണ്ണുകൾ അവളെ തളച്ചിട്ടിരുന്നു. അവൾ പതുക്കെ കാറിനുള്ളിലേക്ക് കയറി. കാർ നിശബ്ദമായി നീങ്ങിത്തുടങ്ങി. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി കടൽ തീരത്തെ ഒരു ആഡംബര ഹോട്ടലിലേക്കാണ് അവർ പോയത്. കറുത്ത പൂമ്പാറ്റയുടെ രഹസ്യം. ഹോട്ടലിലെ പ്രൈവറ്റ് ഡൈനിങ് ഏരിയയിൽ അവർ തനിച്ചായിരുന്നു. കടൽ തിരമാലകളുടെ ശബ്ദം ദൂരെ കേൾക്കാം. ആര്യൻ ഗ്ലാസ് മാറ്റി അവളെ നേരിട്ട് നോക്കി. നിനക്കെന്നെ പേടിയാണോ മീര? അവൻ ചോദിച്ചു. എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ, മീര പതുക്കെ പറഞ്ഞു. നിങ്ങൾ ആരാണ്? എന്തിനാണ് എന്നെ കാണാൻ വരുന്നത്? ആര്യൻ ഒരു ചെറിയ ചിരിയോടെ മേശപ്പുറത്തിരുന്ന ഒരു മനോഹരമായ പെട്ടി അവളുടെ നേരെ നീക്കി. ഇത് നിനക്കുള്ളതാണ്. മീര അത് തുറന്നു. അതിനുള്ളിൽ പ്ലാറ്റിനത്തിൽ തീർത്ത കറുത്ത വജ്രങ്ങൾ പതിപ്പിച്ച ഒരു പൂമ്പാറ്റയുടെ ലോക്കറ്റുള്ള മാലയായിരുന്നു. അത് അതിമനോഹരമായിരുന്നു. എന്നാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന കറുത്ത നിറം എന്തോ ഒരു അപായസൂചന നൽകുന്നത് പോലെ അവൾക്ക് തോന്നി. ഇത് ബ്ലാക്ക് ബട്ടർഫ്ലൈ എന്നാണ് അറിയപ്പെടുന്നത്, ആര്യൻ വിശദീകരിച്ചു. അപൂർവമാണ്, പക്ഷെ അപകടകാരിയാണ്. നിന്നെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അതാണ്. ഈ നഗരത്തിലെ ഇരുണ്ട ഇടവഴികളിൽ വഴിതെറ്റി വന്ന ഒരു പൂമ്പാറ്റയെപ്പോലെയാണ് നീ. എനിക്കിത് സ്വീകരിക്കാൻ കഴിയില്ല. മീര അത് തിരികെ നൽകാൻ ശ്രമിച്ചു. ഇതൊരു സമ്മാനമല്ല മീര, ഇതൊരു അടയാളമാണ്. നീ എന്റെ സംരക്ഷണയിലാണെന്നതിന്റെ അടയാളം. ഇനി മുതൽ ഈ നഗരത്തിൽ നിന്നെ ആരും തൊടില്ല. ആര്യന്റെ വാക്കുകളിൽ ഒരു ഗ്യാങ്സ്റ്ററുടെ ഉറപ്പുണ്ടായിരുന്നു. മീരയുടെ ഭയം, ആര്യന്റെ കരുതല്. ആ രാത്രി ആര്യൻ അവളെ തിരികെ ഹോസ്റ്റലിൽ വിട്ടു. പോകുന്ന വഴിക്ക് അവൻ അവളുടെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. അവളുടെ ചെറിയ കുടുംബത്തെക്കുറിച്ചും ഡോക്ടറാകണമെന്ന ആഗ്രഹത്തെക്കുറിച്ചും അവൾ സംസാരിച്ചു. ആര്യൻ ഒന്നും മിണ്ടാതെ കേട്ടിരുന്നു. ചോരയും വെടിയുണ്ടകളും മാത്രം നിറഞ്ഞ തന്റെ ലോകത്ത് ഇത്രയും നിഷ്കളങ്കമായ ഒരു സ്വപ്നം കേൾക്കുന്നത് അവൻ ആദ്യമായിട്ടായിരുന്നു. എന്നാൽ ഹോസ്റ്റലിൽ എത്തിയ മീരയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ആ മാല കഴുത്തിലിട്ട് നോക്കി. ആ കറുത്ത പൂമ്പാറ്റ അവളുടെ കഴുത്തിലിരിക്കുമ്പോൾ അവളൊരു പുതിയ പെൺകുട്ടിയായി മാറുന്നത് പോലെ തോന്നി. പക്ഷെ അതേസമയം നഗരത്തിന്റെ മറ്റൊരു കോണിൽ ഷെരീഫ് തന്റെ ആളുകളെ വിളിച്ചുകൂട്ടി ആര്യനെതിരെയുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ആര്യന് മീരയോടുള്ള താല്പര്യം ഷെരീഫിനൊരു വലിയ ആയുധമായിരുന്നു. ആര്യന്റെ ബലഹീനത ആ പെണ്ണാണ്. അവളെ പിടിച്ചാൽ ആര്യൻ തനിയെ വരും, ഷെരീഫ് തന്റെ അനുയായികളോട് പറഞ്ഞു. നിഴലുകൾ പിന്തുടരുന്നു. പിറ്റേ ദിവസം മീര ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആരോ അവളെ പിന്തുടരുന്നതായി അവൾക്ക് തോന്നി. ഓരോ തവണ തിരിഞ്ഞു നോക്കുമ്പോഴും ആളുകൾക്കിടയിൽ മറയുന്ന നിഴലുകൾ. അവൾ വേഗത്തിൽ നടന്നു. പെട്ടെന്നൊരു കറുത്ത വാൻ അവളുടെ അരികിൽ വന്നു നിന്നു. അതിൽ നിന്നും ഇറങ്ങിയ ഗുണ്ടകൾ അവളെ വളഞ്ഞു. മീര നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ അവളുടെ വായ പൊത്തി. നിശബ്ദമായിരിക്കൂ കൊച്ചമ്മേ, ഷെരീഫ് ഭായ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. അവർ അവളെ വാനിലേക്ക് വലിച്ചിഴച്ചു. മീരയുടെ കയ്യിൽ നിന്നും അവളുടെ ബാഗ് നിലത്ത് വീണു. അതിൽ നിന്നും ആര്യൻ നൽകിയ ആ വിസിറ്റിംഗ് കാർഡ് ചെളിയിൽ പതിഞ്ഞു. ആ കറുത്ത പൂമ്പാറ്റയുടെ മാല അവളുടെ കഴുത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ രക്ഷകനായി ആര്യൻ എത്തുമോ, അതോ ഈ പ്രണയം അവളുടെ അന്ത്യമാകുമോ? ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.